ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള രീതിയിൽ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോബെറി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് റെഡിയാക്കി എടുക്കാനായിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 1 ലിറ്റർ പാലിലേക്ക് ഒരു 12 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് 1.5 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിതോടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും പാലും ഒരേ സമയം തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഫ്ലെയിം ലോയിലാക്കി വെക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇടട്ടും, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിതിനെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് പാർട്ടികളിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുഡിങ് ഇതുവരെ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാലക്കൂടെ ഏകദേശം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു റിച്ച് ആയിട്ടാണ് നമ്മുടെ പുഡിങ് ഉണ്ടാവുക, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് മൊത്തമായിട്ട് ഞാനൊരു 1.25 കപ്പ് 1.5 കപ്പിനടുത്ത് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മുടെ പാൽ ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അതാദ്യം ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മധുരം കുറച്ച് കുറവായി തോന്നിയപ്പോൾ ഒരു 1/4 കപ്പിലധികം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുഴുവനായിട്ടും ഇല്ല കേട്ടോ, ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൈന ഗ്രാസൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാലിൽ നിന്നും ഒരു 2-3 കയ്യിൽ നമ്മുടെ പാലെടുത്തിട്ട് ചൈന ഗ്രാസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ് ഞാൻ ക്യാരറ്റ് പുഡിങ് ചെയ്തെടുത്ത സമയത്ത് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്തെടുക്കുന്ന യാതൊരു നിർബന്ധമില്ല, ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും പാല് പിരിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അത് ചൈന ഗ്രാസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ സ്ട്രോബെറി നല്ലപോലെ ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി ചെയ്തെടുത്തതുകൊണ്ടാണ് അത്ര തന്നെ നമ്മൾ ആ ഒരു പാലിന് കളർ കിട്ടാത്തത്. അപ്പോൾ ഒരു 4-5 ഡ്രോപ്പ് നമ്മുടെ സ്ട്രോബെറി എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് നല്ല ഒരു കളറും കിട്ടും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഞാനിതിലേക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ സ്ട്രോബെറിയും നമ്മുടെ എസൻസും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ലിറ്ററിൻ്റെ പുഡിങ് ട്രേയിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കളർ വേണമെങ്കിൽ നമുക്ക് എസൻസ് കുറച്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടെൻഡർ കോക്കനറ്റ്, ഹോർലിക്സ്, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി എസൻസ് വെച്ചിട്ടുള്ള പുഡിങ്, ടെൻഡർ കോക്കനറ്റ് വാട്ടർ വെച്ചിട്ടുള്ള പുഡിങ്, അതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുകളിലായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ട്രോബെറിയുടെ പീസൊക്കെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലുള്ള ബബിൾസൊക്കെ ഇതുപോലെ ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒന്ന് കോരി മാറ്റി ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് സെറ്റായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിളായിട്ട് നിൽക്കുമ്പോൾ കാണാനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 ലിറ്റർ വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറിയ സ്ട്രോബെറികൾ ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് അത് ചെയ്ത് വന്ന സമയത്ത് അത്ര വലിയൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഈ ഒരു പീസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടെ ചെത്തി ഒഴിവാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ഞാൻ വേറെ 2 പുഡിങ്ങും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പാത്രത്തിലായിട്ടാണ് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ മൊത്തം 1.5 ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും പുഡിങ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാം.